ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മളിന്ന് പെർസെൻറ്റേജ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ് ടോപ്പിക്ക് തന്നെ അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പുകളായിട്ട്, അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് എക്സാമിന് വരുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ടൈപ്പായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് ഓരോ ടൈപ്പിൽ നിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ഹോംവർക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് പാറ്റേണിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓൾറെഡി നിങ്ങൾ പെർസെൻറ്റേജ് ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് എടുത്ത് ആ ടൈം ലൈനിലേക്ക് പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമേ പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്താണ് പെർസെൻറ്റേജ് എന്നും പെർസെൻറ്റേജിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ എളുപ്പം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാം എക്സാമ്പിളായിട്ട് 20% എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ഡിവൈഡ് ബൈ 100 എന്നായിരിക്കും എഴുതുന്നത്. 20%. അപ്പോൾ 30% എങ്ങനെയായിരിക്കും? സിംപ്ലി 30 ഡിവൈഡ് ബൈ 100 ആണ് 30%. സോ എനിത്തിങ് ഡിവൈഡ് ബൈ 100 ആ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് 20%, 20 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതുമ്പോൾ 0 ക്യാൻസൽ ചെയ്തിട്ട് 2 10 ക്യാൻസൽ ചെയ്ത് 1/5 എന്ന ഒരു ഫ്രാക്ഷണൽ ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതായത് ആ നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓർത്ത് വെക്കുക. ഇതേപോലെ 30%നെ ക്യാൻസൽ ചെയ്താൽ 3/10 എന്ന് ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചുമ്മാ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ 2500ൻ്റെ 30% കാണണം. ഇപ്പോൾ 2500ൻ്റെ 30%, 2500 ഗുണം 30% എന്ന് പറഞ്ഞാൽ 30/100, ഓരോ 0 ക്യാൻസൽ ചെയ്യുന്നു, ഇവിടുന്ന് ഓരോ 0 ക്യാൻസൽ ചെയ്യുന്നു. 250 ഗുണം 3 എത്ര കിട്ടും? 750. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഏത് നമ്പറിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ 2 നമ്പേഴ്സ് പറയുന്നു, 400, 500. അപ്പോൾ 400നേക്കാൾ എത്ര വലുതാണ് 500? 100 വലുതാണ്, അതായത് 100 കൂടുതലാണ്. 400നേക്കാളും 100 കൂടുതലാണ്. ഞാൻ ചോദിക്കുന്നത് 400നേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് 500 എന്ന്. അപ്പോൾ അത് 100% ആണോ? അല്ല. അതപ്പോൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തുടങ്ങാം. 400ൽ നിന്ന് എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ, എത്ര കൂടുതലാണ് നമ്പർ വൈസ് എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 100 ആണ് കൂടുതൽ. ഇനി പെർസെൻറ്റേജ് കാണണമെങ്കിൽ ഏതിനെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത്, അതായത് 400നേക്കാൾ എത്ര വലുതാണ് 500? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 500 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ 400. ഇങ്ങനെ ആയി ക്വസ്റ്റ്യൻ. 500 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ. ഹൗ മച്ച് മോർ എന്ന് വെച്ചാൽ ഹൗ മച്ച് മോർ എന്ന് വെച്ചാൽ എന്താ? 100 എന്നാണ് ആൻസർ. എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്ന് ചോദിക്കും. അപ്പോൾ എത്ര കൂടുതലാണ് അത് ആദ്യം എഴുതുക. ഡിവൈഡ് ബൈ വരുന്നത് എപ്പോഴും കമ്പയറിങ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ 400നേക്കാൾ എത്ര കൂടുതലാണ്. അപ്പോൾ ആരെ വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്? 400 വെച്ചല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 400 ഇൻറ്റു 100. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഇതിപ്പോൾ നമ്മൾ 2 0 ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 കൊണ്ട് ഇവിടെ ക്യാൻസൽ 25%. അപ്പോൾ 25 എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് 25% കൂടുതലാണെന്ന്. ഇപ്പോൾ അത് നിങ്ങൾക്കൊരു ഡൗട്ട്, ഏതെങ്കിലും 400 25%. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 400ൻ്റെ 25% എന്ന് കണ്ടുപിടിച്ച് 425% എത്ര? 25/100. പൂജ്യങ്ങൾ കൊണ്ടുവന്നു കട്ട് ചെയ്യുന്ന 25 ഗുണം 4 100 കിട്ടത്തില്ലേ? അതായത് 400ൻ്റെ 25% 100 കിട്ടി. ആ 25% കൂട്ടുമ്പോൾ, അതായത് 400ൻ്റെ 100 കൂടെ കൂട്ടുമ്പോഴല്ലേ 500 കിട്ടുന്നത്. ഇപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേപോലുള്ള കമ്പയർ ചെയ്യാനുള്ളതായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്ന ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 300 500നേക്കാളും എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് ചോദിച്ചാലോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എത്ര കുറവാണെന്ന് മാത്രം ചോദിച്ചാൽ 200 ആണ് കുറവ്. അപ്പോൾ ആരെ വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? 500നേക്കാളും. അപ്പോൾ 500നേക്കാളെന്ന് പറയുമ്പോൾ കമ്പയറിങ് ക്വാണ്ടിറ്റി 500 ആണ്. ബൈ 500 ഗുണം 100. ഇതായിരിക്കും എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് ചോദിച്ചാൽ. ഇവിടെയും 2 0 ഇവിടെ ക്യാൻസൽ ചെയ്യുക, 5 കൊണ്ട് ഇവിടെ ക്യാൻസൽ 20, 20 ഗുണം 2 40 കിട്ടും. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 500നെ 40% ഡയറക്റ്റ് കണ്ടുപിടിച്ചു. 40% വെച്ചാൽ 40/100, 2 0 2 0 ആയി 4 20, 200 കിട്ടിയില്ലേ? അതായത് 500നെ 40% 200. അപ്പോൾ 500ൽ നിന്ന് 40% കുറയ്ക്കുമ്പോഴല്ലേ 300 കിട്ടുന്നത്. ഇപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കണക്ക് ഓരോ നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസിൽ വർക്കൗട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കൊരു നമ്പർ, ഇതിപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം 2 നമ്പർ തന്നിട്ട് നമുക്കിനി നമ്പർ തരില്ല. അപ്പോൾ A എന്നോ B എന്നോ 2 നമ്പർ പറയും. എന്നിട്ട് പറയും ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാൾ 25% കൂടുതലാണ്, അല്ലെങ്കിൽ 20% കുറവാണ്, അങ്ങനെ പറയും. അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ആളെ ആദ്യമേ 100 എന്നായിരിക്കും അസ്യൂം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 100 എന്ന് എടുക്കുന്നത്? 100 ആകുമ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 100 എന്ന് എടുക്കുന്നത്. അപ്പോൾ 25% കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിനെ 125 എന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യും. ഇതെല്ലാം അസ്യൂംഡ് വാല്യൂസ് ആണ്. ഇതനുസരിച്ച് നമ്മൾ റിയൽ വാല്യൂയിലോട്ട് എത്തിച്ചേരണം. ഇനി ഇതേപോലെ 20% കുറവാണെങ്കിൽ ഇതിനെ 100 എന്നും ഇതിനെ 80 എന്നും ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായല്ലോ?
അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇതിൽ തന്നെ ഇനി ഈ എഴുതിയതിൽ തന്നെ ഒരു മീനിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 30% എന്ന് എഴുതിയത് 30/100 ഈ എഴുതിയതിനൊരു മീനിങ് ഉണ്ട്. അതായത് ഈ 30/100 എന്ന് എഴുതിയത് ഈ 100 നമ്മളുടെ ഒറിജിനൽ നമ്പർ. അതായത് നമ്മളുടെ നമ്പർ 100 ആണെങ്കിൽ ആ 100ൻ്റെ 30% കണ്ടുപിടിച്ചാൽ എത്ര വരുമെന്ന് അർത്ഥം 30 വരുമെന്നാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. 100ൻ്റെ 30% എങ്ങനെയാണെന്ന് 100 × 30/100 എന്നല്ലേ അല്ലേ? 0 0 വെട്ടി 30 കിട്ടിയുണ്ടോ? അപ്പോൾ 100ൻ്റെ 30%ആണ് 30. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 20/100 എന്ന് എഴുതിയാൽ 100ൻ്റെ 20%ആണ് 20. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വേറൊരു കാര്യമില്ലേ, ഇതിൻ്റെ അതേ വാല്യൂ അല്ലേ ഇതും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? 5ൻ്റെ 20% ആണോ ഒന്നെന്നല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുവാണ്. ഞാൻ അപ്പോൾ എഴുതി കാണിക്കാം. 5ൻ്റെ 20% നമുക്ക് കണ്ടുപിടിക്കും. 20/100 0 0 ക്യാൻസൽ ചെയ്യുന്നു, 2ഉം 10ഉം ക്യാൻസൽ ചെയ്യുന്ന 5, ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യുന്ന 1 തന്നെ കിട്ടിയില്ലേ? അതായത് അതിനർത്ഥം 5ൻ്റെ എത്ര 20%ആണ് 1 എന്നാണ് അതിനർത്ഥം. ഓക്കെ. അതേപോലെ 40%. 40% 40/100 ആണ്. 40/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 4/10 ആയി വീണ്ടും ക്യാൻസൽ 2/5. അപ്പോൾ 40% 2/5 എന്ന് എഴുതുക. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 280ൻ്റെ 40% കാണണമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ 40/100 എന്ന് എഴുതി 0 0 ഇവിടെ ക്യാൻസൽ ചെയ്ത് 28 × 4 എത്ര വരും? 80, 8 4 32, ഇപ്പം 112 വരും. അതേപോലെ തന്നെ നമുക്ക് 280, അപ്പം ഞാൻ പറഞ്ഞ 40% 2/5 വെച്ചും ചെയ്യാം. 2/5 എന്നാണ് എഴുതുന്നതെങ്കിലോ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 5 25, ബാക്കി ഇവിടെ ഒരു 3 ഉണ്ട്. 3ഉം 0 എടുത്താൽ 30-നകത്ത് 6 പ്രാവശ്യം 56 × 2 എത്ര? 112 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ 100 വെച്ചുള്ള അസംഷൻ ആയിരിക്കും പോകുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള അസംഷൻ ആയിരിക്കും പോകുന്നത്. അത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം മുതൽ കറക്റ്റായിട്ട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 40%, 60% എല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് പഠിക്കേണ്ടുന്ന കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതായത് ഈ ഫ്രാക്ഷണൽ വാല്യൂസും ആ പെർസെൻറ്റേജ് വാല്യൂസും തമ്മിലുള്ള റിലേഷൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞെടുത്തെല്ലാം 40% 2/5 ആയിട്ട് എഴുതി കാണിച്ചു. അതിനർത്ഥം ഇതൊരു പെർസെൻറ്റേജ് ആയിരുന്നു. ഈ പെർസെൻറ്റേജ് വാല്യൂസിനെ നമുക്ക് ഒരു ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. എപ്പോഴാണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണല്ലോ. എങ്കിൽ എനിക്ക് തിരിച്ച് ഈ ഫ്രാക്ഷണൽ വാല്യൂവിനെ എനിക്ക് പെർസെൻറ്റേജ് ആക്കണമെന്ന് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യണം. അതായത് 100 കൊണ്ട് ഇവിടെ ഭാഗിച്ചായിരുന്നു, ഇവിടെ 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്താൽ 20, 20 × 2 40 കിട്ടി, 40% കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്? പെർസെൻറ്റേജിനെ ഒരു ഫ്രാക്ഷണൽ നമ്പർ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഈ രണ്ട് കാര്യവും പഠിച്ചല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് താണ്ട ഈ ഫ്രാക്ഷണൽ വാല്യൂസ് എല്ലാം കാണാതെ പഠിക്കാം. ഇൻ കേസ് മറന്നു പോയാൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് 1/2 = 50% ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 50%നെ ഒന്ന് എഴുതി നോക്കാം. 50% എന്താ? 50/100 അല്ലേ? അപ്പോൾ ക്യാൻസൽ ചെയ്ത് 5ഉം 10 ക്യാൻസൽ 1/2 കിട്ടിയുണ്ടോ? അപ്പോൾ 50% ഇങ്ങനെ എഴുതാം. അതല്ല ഇനി 1/2നെയാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 1/2നെ പെർസെൻറ്റേജ് ആക്കണം. എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 100 / 2 50% കിട്ടിയല്ലോ. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം കാണാതെയും പഠിക്കുക, അത് ചെയ്തും പഠിക്കുക. അതായത് 1/3 എന്ന് പറഞ്ഞാൽ 33 ആൻഡ് 1/3% എന്ന് മാത്രമല്ല, 1/3 നമുക്ക് 33.33, അതായത് ഡെസിമൽ ഫോമിൽ എഴുതി ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതും പഠിച്ചു വെക്കണം. കാര്യം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി 1/4 25% ആണ്. 1/5 20% ആണ്. 1/6 16 ആൻഡ് 2/3% ആണ്. അതിനെ ഇപ്പോൾ 1/6നെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ 1/6നെ കൺവേർട്ട് ചെയ്യണം. 1/6നെ എന്ത് ചെയ്യേണ്ട? 100 കൊണ്ട് മൾട്ടിപ്ലൈ. എപ്പോഴാണ് പെർസെൻറ്റേജിലോട്ട് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്ര 16.66% എന്ന്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, 6 എന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ 16 ആൻഡ് 2/3%നെ ഇങ്ങനെ എഴുതാം. അതേപോലെ 1/7 14 ആൻഡ് 2/7 ആണ്. അത് 14.28 വരും. ഇതിൻ്റെ എല്ലാം പോയിന്റ് ഡെസിമൽ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഡെസിമൽ വാല്യൂ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ, ഇതൊക്കെ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയാം. മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ 1/9 1/10 1/12 1/30 ഇതെല്ലാം പഠിച്ചതാണ്ടേ. ഇതൊക്കെ എങ്ങനെ എളുപ്പം പഠിച്ചു വെക്കാം? അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചു 1/5 20% ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ 20 ഇവിടെ താഴെ വരുമ്പോൾ 1/20യെ 5% എന്ന് പറയാം. മനസ്സിലായി? അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പം പഠിക്കാം. ഇനി 1/4 25% ആണെന്ന് പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ 25 ഇവിടെ താഴെ വരുമ്പോൾ 4 ഇവിടെ മുകളിൽ പോകും. അതായത് 1/25 എന്ന് പറഞ്ഞാൽ 4% ആയി. ഇതേപോലെ പലതും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ലൈക്ക് ഞാൻ വേറെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1/3 33.33 ആണ് ഞാൻ ഇവിടെ എഴുതിയല്ലോ. അപ്പോൾ 2/3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയ 66
ആൻഡ് 2/3 അല്ലെങ്കിൽ 66.66% ആയി. മനസ്സിലായോ? അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതേപോലെ താണ്ടേ 1/4 25% ആണ്. 1/4ൻ്റെ തേർഡ് മൾട്ടിപ്പിൾ ആണ് 3/4, അത് 75% കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതല്ലാതെ അടുത്ത പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 1/8 താണ്ടേ 12.5% എന്നില്ല. അപ്പോൾ 3/8 അതിൻ്റെ തേർഡ് മൾട്ടിപ്പിൾ ആയിരിക്കും 37.5. 5/8 അതിൻ്റെ ഫിഫ്ത്ത് മൾട്ടിപ്പിൾ ആയിരിക്കും 62.5. ഇങ്ങനെ പല ഫ്രാക്ഷൻസും നിങ്ങൾക്ക് ഇതാണ് കണക്ട് ചെയ്ത് പഠിച്ച് വെക്കാനും പറ്റും. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പഠിക്കേണ്ട ഇതാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പം ചെയ്യാൻ പറ്റൂ. നമുക്ക് അറിയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ മാത്രമല്ല അത് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനി ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക്. ടൈപ്പ് 1 ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് കൺവേർഷൻസ് ആൻഡ് ഡയറക്റ്റ് കമ്പാരിസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A's income is 25% more than B's income, by what percentage is B's income less than A's income എന്നാണ്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എയുടേത് എക്സ് എന്നും അല്ല ഇവിടെ ബിയുടേത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കാര്യം ഇവിടെ എന്താ പറഞ്ഞാൽ എയുടെ ഇൻകം ആണ് ബിയേക്കാൾ 25% ഉള്ളൂ. അപ്പോൾ ഈ എക്സിനേക്കാൾ 25% കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യാം. അതിൽ ഏറ്റവും ബെറ്റർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അസ്യൂംഡ് മെത്തേഡാണ്. അസ്യൂംഡ് മെത്തേഡ് നമ്മൾ പെർസെൻറ്റേജ് ആകുമ്പോൾ എപ്പോഴും എടുക്കുന്നത് 100 എന്നുള്ള വാല്യൂ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? മുമ്പേ ഞാൻ പറഞ്ഞു 100ൻ്റെ 10% 10 ആയിരിക്കും, 100ൻ്റെ 20% 20 ആയിരിക്കും, 100ൻ്റെ 30% 30 ആയിരിക്കും. എല്ലാ പെർസെൻറ്റേജ് വാല്യൂ അങ്ങനെ തന്നെ വരുന്നതുകൊണ്ടാണ് നമ്മൾ 100 എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബി എ 100 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്, അസംഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ ഇൻകം ബിയുടെ ഇൻകത്തെക്കാൾ 25% കൂടുക. 100ൻ്റെ 25% എത്ര? 25 തന്നെയാണ്. അത് കൂടെ കൂടുമ്പോൾ 100ൻ്റെ കൂടെ 25 കൂടെ കൂടുമ്പോൾ ഇത് 125 ആകുമല്ലോ. അപ്പോൾ എയുടെയും ബിയുടെയും അസ്യൂംഡ് വാല്യൂ കിട്ടി. എങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ബീസ് ഇൻകം ലെസ് ദാൻ എയ്സ് ഇൻകം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എയുടെ ഇൻകത്തെക്കാളും എത്ര പെർസെൻറ്റേജ് കുറവാണ്? അപ്പം ഞാൻ നിങ്ങളടുത്ത് നോക്കിയാൽ സംഖ്യ, അതായത് നമ്പർ വൈസ് ഇത് എത്ര കുറവാണ്? 125 100 എത്ര കുറവാണ്? 100 കുറവ്. നമ്മൾ മുമ്പേ പറഞ്ഞു ഇനി പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ചുമ്മാ 100% എന്ന് പറയുകയല്ല ചെയ്യുന്നത്, ആരെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് നോക്കും. ഇപ്പോൾ ആരെ വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ബൈ വാട്ട് പെർസെൻറ്റേജ് ഇസ് ബീസ് ഇൻകം ലെസ് ദാൻ എസ്. അപ്പോൾ ലെസ് ദാൻ എന്ന് കഴിഞ്ഞിട്ട് വരുന്ന ആളായിരിക്കും കമ്പയറിങ് ക്വാണ്ടിറ്റി. എ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എത്ര? 125. അത് ഡിവൈഡ് ബൈ 125. അപ്പോൾ 100 ആദ്യം അവർ തമ്മിലുള്ള ഡിഫറൻസ്, 100 അല്ലല്ലോ, 125 100 കുറച്ചിട്ട് 100 വരും. 25 അവർ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡ് ബൈ 125 ആരെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അത് ഇൻറ്റു 100. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ 25നെ 125 നിങ്ങൾക്ക് 5 കൊണ്ട് ആദ്യം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 25 കൊണ്ട് ഡയറക്റ്റ് പറ്റും. ഞാൻ 25 കൊണ്ട് ചെയ്യുകയാണ്. ഒരു 25 ഇവിടെ 5 പ്രാവശ്യം 25 125 ആവും. പിന്നെ ഈ 5 100 ക്യാൻസൽ ചെയ്യാം 20 പ്രാവശ്യം. സോ 20 ഗുണം 1 20% നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Two numbers are respectively 20% and 50% more than a third number. What percentage is the first number of the second number? Okay, അപ്പോൾ 1 2 3 നമ്പേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ? അവർ പറയാം ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും റെസ്പെക്റ്റ് ഇല്ല, അതായത് യഥാക്രമം മൂന്നാമത്തെ നമ്പറിനേക്കാൾ 20% 50% കൂടുതലാണെന്നല്ലേ? മോർ ദാൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിനായിരിക്കും 100 അസ്യൂം ചെയ്യുന്നത്? തേർഡ് നമ്പറിനെ ആയിരിക്കും. ഇത് വെച്ചാണ് ഇവരെയൊക്കെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 100നേക്കാൾ 20% കൂടുതൽ, അപ്പോൾ ഇത് 120 ആയിരിക്കുമല്ലോ. സെക്കൻഡ് നമ്പർ ഇതിനേക്കാൾ 50% കൂടുതൽ, അപ്പോൾ ഇത് 180 ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ദെൻ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഓഫ് ദ സെക്കൻഡ് നമ്പർ? അപ്പോൾ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ ആരുടെ പെർസെൻറ്റേജ് ആണ്? ഫസ്റ്റ് നമ്പറിൻ്റെയാണ് പെർസെൻറ്റേജ് ആണ്. ആരെ വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ഓഫ് ദ കഴിഞ്ഞുള്ളതാണ് കമ്പയർ ഇവിടെ ചെയ്യുന്നത്. സെക്കൻഡ് നമ്പർ ആയിരിക്കും അപ്പോൾ താഴെ വരുന്നത് ഇൻറ്റു 100. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ ക്യാൻസൽ ചെയ്യുക, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക 4, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക 5. ഓക്കെ, ഞാനിപ്പോൾ മുമ്പേ ഓൾറെഡി പറഞ്ഞ ആ കാര്യം പഠിച്ചിട്ടുള്ളവരാണ് ഡയറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റും. 4/5 എന്ന് പറഞ്ഞ ഫ്രാക്ഷണൽ വാല്യൂ ഏതിൻ്റെയാ? 80%. അപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഞാൻ പറഞ്ഞത് പഠിക്കാതെ ചുമ്മാ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നവരാണെങ്കിൽ അവർക്ക് താണ്ട് 5ഉം ഈ 100ഉം കൂടെ ക്യാൻസൽ ചെയ്യണം, 20 കിട്ടും. ആ 20നെ 4 കൊണ്ട് ഗുണിച്ച് 80 എന്ന്. അപ്പോൾ ആ ഒരു 2 സ്റ്റെപ്പ് കൂടെ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വീഡിയോ കൊണ്ട് ഫോളോ ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If 60% of P minus Q is equal to 30% of P plus Q, then Q is what percentage of P? അപ്പോൾ 60% ഞാൻ കറക്റ്റ് സ്റ്റെപ്പ് അതേ കണക്ക് എഴുതും. നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കുകയാണല്ലോ. 60% 60/100 എന്ന് തന്നെ എഴുതുക. നിങ്ങൾക്ക് 60%നെ 3/5 എന്ന് എഴുതാം.
ഞാൻ ഇപ്പോഴത്തേക്ക് അങ്ങനെ തന്നെ എഴുതുകയാണ്. ഇൻറ്റു ഓഫിനർത്ഥം ഇൻറ്റു എന്നാണ്. പി മൈനസ് ക്യൂ അതേപോലെ ബ്രാക്കറ്റ് തന്നെ കൊടുക്കണം, കാര്യം മൊത്തത്തിൽ ഗുണിക്കാനുള്ളതാണ്, അതാണ് ബ്രാക്കറ്റിൻ്റെ അർത്ഥം. 30% 30/100 ആണ്, ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു. ഓഫിനർത്ഥം മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് പി പ്ലസ് ക്യൂ ബ്രാക്കറ്റിൽ അതേപോലെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0 ആണ്, ഇവിടെ രണ്ടും സമത്തിന് അപ്പുറവും ഇപ്പുറവും ഒരേ സംഖ്യയാണ്, ക്യാൻസൽ ചെയ്യാമെന്ന് അറിയാമല്ലോ. പൂജ്യങ്ങളും അപ്പുറം ഇപ്പുറം ക്യാൻസൽ ചെയ്താൽ 3ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുക, ഇവിടെ 2 കിട്ടും. ഇനി അവശേഷിക്കുന്ന ആരേ ഉള്ളൂ 2 × പി മൈനസ് ക്യൂ. അപ്പോൾ 2നെ മൊത്തത്തിൽ ഗുണിക്കണം, അതാണ് ബ്രാക്കറ്റിൻ്റെ അർത്ഥം. 2നെ പി കൊണ്ട് ഗുണിക്കണം 2p മൈനസ് 2നെ ക്യൂ കൊണ്ടും ഗുണിക്കണം 2q. ഇവിടെ ഇനി ഒന്നുമില്ലല്ലോ, അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ പിയും ക്യൂവിനെ കണ്ടുപിടിക്കണം. ഇവരെ പി ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരണം, ക്യൂവിനെ ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുത്തെ പി ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -p ആവും. ഇവിടുത്തെ ഈ -2q ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, +2q ആവും. അപ്പോൾ രണ്ട് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഓൾറെഡി 2pക്ക് ഒരു മാറ്റമില്ല, ഞാൻ അത് എഴുതി. ഇനി പി ആണ് ഇങ്ങോട്ട് വരുന്നത്, അപ്പം -p ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഓൾറെഡി ഇവിടെ ഉള്ളവരെ ആദ്യം എടുത്ത് എഴുതാം, അതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഈ -2q അപ്പുറം പോകുമ്പോൾ +2q ആവും. ഓക്കെ ആണല്ലോ. ഇനി 2pയിൽ നിന്ന് പി കുറച്ച് പി കിട്ടും. 2pയിൽ നിന്ന് പി കുറച്ചാൽ 1p അഥവാ പി. ക്യൂവും 2q കൂടെ ആഡ് ചെയ്താൽ 3q കിട്ടും. പക്ഷെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും പിന്നെയും ക്യൂവിനെയും ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ക്യൂ ഗുണിച്ചിരിക്കുകയില്ലയോ, അപ്പോൾ ക്യൂവിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും, p/q എന്നാവത്തില്ലേ. ഇവിടെ ഇനി 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ 3യെ എനിക്ക് 3/1 എന്ന് എഴുതിക്കൂടെ. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെ അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയ ഒരു ഗുണം, നമുക്ക് പിക്ക് പകരം 3 എന്ന വാല്യൂ, ക്യൂവിന് പകരം 1 എന്ന വാല്യൂ അസ്യൂം ചെയ്യാം, മുമ്പേ പറഞ്ഞ പോലെ. അപ്പോൾ 3യും 1ഉം തന്നെ ആവണമെന്നില്ല, 3യുടെയും 1ൻ്റെ ഏത് കോമൺ മൾട്ടിപ്പിൾ വേണമെങ്കിലും പിയും ക്യൂ ആകാമെന്നാണ് ഈ റേഷ്യോയുടെ അർത്ഥം. 30 ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും, ഇത് 300 ആയത് 100 ആയിരിക്കും, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഇനി അവരെ കമ്പയർ ചെയ്ത് പെർസെൻറ്റേജ് അല്ലേ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ആയാലും പെർസെൻറ്റേജ് കറക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പി എന്നാണ്. അപ്പോൾ ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പി എന്ന് പറയുമ്പോൾ പിയെ വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. പി വേണം താഴെ എഴുതാൻ. പിയുടെ വാല്യൂ 3 × 100. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റീകോൾ ചെയ്യുകയാണ്. 1/3 നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 1/3 × 100 എന്നിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. 1/3 എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് 33.33% എന്ന് എഴുതാം. അതറിയാത്തവർ 100 ഒന്നുകൂടെ ഗുണിക്കും, 100 100/3 ഇവിടെ മാറ്റി എഴുതി പോയിന്റ് വരെ കിട്ടുന്ന വരെ ചെയ്തിട്ടായിരിക്കും ഇത് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഫ്രാക്ഷണൽ വാല്യൂസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതെ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു പാടാൻ പറ്റത്തില്ല. കാരണം പെർസെൻറ്റേജ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാതെ സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസോ അങ്ങനത്തെ പാഠങ്ങളൊന്നും നല്ല രീതിയിൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് പഠിക്കുക. അടുത്ത, എ നമ്പർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 16.66% and then reduced by 14.28%. വാട്ട് ഈസ് ദ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ നമ്പർ. അപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ ഇവിടെ 16.66% ഞാൻ ഓൾറെഡി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എല്ലാ പ്രാവശ്യം ഞാൻ എടുത്തെടുത്ത് പറയാം. 14.28% ഫ്രാക്ഷണൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 16.66% ഓർമ്മയുണ്ടോ പറഞ്ഞേ, 1/6 എന്നാണ്. 14.28% ഓർമ്മയുണ്ടോ, 1/7 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് 6 ആണ് നമ്മളുടെ നമ്പരെങ്കിൽ അതിൻ്റെ 16.66% കണ്ടുപിടിച്ചാൽ 1 ആൻസർ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ആദ്യം 6 ആണ് നമ്മളെ തുടക്കത്തെ നമ്പർ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ 16.66% ഇൻക്രീസ് ചെയ്യണ്ടേ, കൂടണ്ടേ. 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 7 ആകില്ലേ. ഓക്കെ, ഇപ്പോൾ 7 ആയി. ഇനി ആ 7 റെഡ്യൂസ് ചെയ്യേണ്ടേ എത്ര പെർസെൻറ്റേജ്, 14.28% എന്ന് വെച്ചാൽ 14.28% എന്തെന്ന് എഴുതാം നമുക്ക്, 1/7 എന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 7ൽ നിന്ന് 1 കുറയണം. അപ്പോൾ എത്ര ആവും, 6 ആവും. അപ്പോൾ നോക്കിയാൽ തുടക്കം 6 ആയിരുന്നു, ഇപ്പോൾ ലാസ്റ്റത്തെ ആൻസറും 6 തന്നെ കിട്ടി. അതായത് ആദ്യത്തെ നമ്പർ തന്നെ ഇപ്പോഴും കിട്ടി. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ വാട്ട് ഈസ് ദ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കും, 0% ചേഞ്ച് എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ ഏൺസ് 33.33% ലെസ് ദാൻ ബി, ബൈ വാട്ട് പെർസെൻറ്റേജ് ഡസ് ബി ഏൺ മോർ ദാൻ ഐ. ഓക്കെ, ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ടൈപ്പിൽ നിന്ന് ഓരോ ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ടൈപ്പ് 1ൻ്റെ ആൻസർ ഇത്ര, ടൈപ്പ് 2ലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്ര എന്നിടാമെങ്കിൽ നമുക്കിപ്പോൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. അടുത്ത നമ്മൾ ടൈപ്പ് 2ലേക്കാണ് പോകുന്നത്. സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചസ് ആൻഡ് പോപ്പുലേഷൻ ഓർ ഡെപ്രിസിയേഷൻ മോഡൽസ്. The population of a town increases by 10% in the first year and by 20% in the second year. If the current population is 13,200, what was the population 2 years ago? അപ്പോൾ എന്താ പറഞ്ഞിരിക്കും, ഒരു പോപ്പുലേഷൻ ഉണ്ട്. അത് ആദ്യത്തെ വർഷം, അതായത് ഒരു വർഷം കഴിയുമ്പോൾ 10% കൂടും. അതായത് പിയുടെ 10% കണ്ടുപിടിച്ചിട്ട് ആ പിയുടെ കൂടെ വേണം പിയുടെ 10% കൂടെ കൂടാൻ.
ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ. പിന്നീട് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് എന്ത് പറയുന്നത് 20% പിന്നീട് 20% കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടാണ് 20% കൂടെ കൂട്ടേണ്ടത്. മനസ്സിലായോ? അന്നേരമാണ് നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്താ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്? അസ്യൂംഡ് മെത്തേഡ്. അസ്യൂംഡ് മെത്തേഡ് നമ്മൾ ആദ്യം പോപ്പുലേഷൻ എന്താണെന്ന് അസ്യൂം ചെയ്യും, 100 ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 100ൻ്റെ കൂടെ 100ൻ്റെ 10% എത്ര? 10 തന്നെ. അതുകൊണ്ടാണ് നമ്മൾ 100 എപ്പോഴും അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ കൂടെ 10 കൂടെ കൂട്ടുമ്പോൾ 110 ആകത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് ഇയറിലത് കഴിഞ്ഞപ്പോൾ ഉള്ളത് കിട്ടി. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കുള്ള കിട്ടണമെങ്കിൽ 110ൻ്റെ 20% കൂട്ടും. അപ്പോൾ 110ൻ്റെ 20% നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 20% 20/100 എന്ന് നിങ്ങൾക്ക് 1/5 എന്ന് എഴുതാം. ഞാൻ ഇപ്പോഴത്തേക്ക് 20/100 എന്ന് തന്നെ എഴുതുകയാണ്. അപ്പോൾ 11 ഗുണം 2 22. അപ്പോൾ ആ 22 ഇതിൻ്റെ കൂടെ കൂടണം. 110ൻ്റെ കൂടെ 22 കൂടെ കൂട്ടിയേ 132 വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അസംഷൻ പ്രകാരമുള്ളതാണ്. ഇതനുസരിച്ച് റിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനുള്ള വാല്യൂ നമ്മൾ നോക്കും. അപ്പോൾ നമ്മളുടെ ഈ ആൻസറിനെ റിയൽ വാല്യൂ ആയിട്ട് എത്തിക്കാൻ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത്, ആ മാറ്റം എല്ലായിടത്തും മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. 132ന് പകരം കറക്റ്റ് വാല്യൂ 13,200. പറഞ്ഞ 132നെ എങ്ങനെ മാറ്റിയാൽ ഇതാകും? അതായത് 100 കൊണ്ട് ഗുണിച്ചാൽ 2 പൂജ്യം ചേർക്കുമ്പോൾ ഇതാകത്തില്ലേ? അപ്പോൾ നമ്മളുടെ കറക്റ്റ്, അതായത് ആദ്യമുള്ള പോപ്പുലേഷൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ 100 അല്ല. 100നെ വീണ്ടും 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര? 1 കഴിഞ്ഞിട്ട് 1 2 3 4 0. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 11,000 ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ആണുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. 11,000 എന്നൊക്കെ ആൻസർ തെറ്റിപ്പാൻ ചേർത്തിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്തത്, ദ വാല്യൂ ഓഫ് എ മെഷീൻ ഡെപ്രിസിയേറ്റ് അറ്റ് the rate of 10% per annum if its present value is rupees 1,62,000. what was its value 2 years ago? മുമ്പേ ചെയ്ത അതേപോലെ തന്നെ ഒരു മെഷീൻ്റെ വാല്യൂ, ഇപ്പോൾ ഞാൻ മെഷീൻ്റെ വാല്യൂ എന്താ 100 എന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഒരു വർഷം കഴിയുമ്പോൾ എന്താ 10% കുറയും. ഒരു വർഷം എന്നല്ല, അറ്റ് ദ റേറ്റ് ഓഫ് 10, ഓരോ വർഷം 10% വീതം കുറയും. അപ്പോൾ എന്നിട്ട് 2 വർഷം കഴിഞ്ഞുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷം ആകുമ്പോൾ 100ന് 10%, 100ൻ്റെ 10% 10 അല്ലേ? 100ൻ്റെ കൂടെ 10 കുറഞ്ഞാൽ എന്താവും? 90 ആവും. ഇത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പം ഇതിൻ്റെ 10%ആണ്. 90ൻ്റെ 10%. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 10% 10/100 ഒരു പൂജ്യം വെട്ടി, ഈ ഒരു പൂജ്യം വെട്ടി 9 ഗുണം 1 9 കിട്ടും. അപ്പോൾ 90ൽ നിന്ന് 9 കുറയാണ് വേണ്ട. അപ്പോൾ എത്ര ആയി? 81. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതെല്ലാം അസ്യൂംഡ് വാല്യൂസ് ആണ്. 81ന് പകരം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ 16200 ആണ്. അപ്പോൾ ഇവിടെ 81 യൂണിറ്റ്. അപ്പോൾ 81ന് പകരം ഇതാണെങ്കിൽ മുമ്പേ ചെയ്യാൻ എളുപ്പമാണ്, 0 കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കേണ്ടത് 81ന് പകരം ഈ 1,60,000 പൂജ്യം ഉണ്ടല്ലേ, 62,000 ആണെങ്കിൽ ഒരു യൂണിറ്റ്, അതായത് 1ന് പകരം എത്രയാണെന്ന് കണ്ടുപിടിക്കും. 1ന് പകരം എത്രയാണെന്ന് കണ്ടുപിടിക്കും 81 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. വെച്ചാൽ 81 ക്യാൻസൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. 81 ഗുണം 2 ആണ് കറക്റ്റ് 162. അപ്പോൾ 81 ഗുണം 2 162 വരായി. പിന്നെ ഒരു 3 പൂജ്യം കൊടുത്തായി. അപ്പോൾ 1 വാല്യൂ 2000ന് തുല്യമായി. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തുടക്കത്തെയുള്ള, അതായത് 2 വർഷം മുന്നത്തെ ഉള്ളതല്ലേ. അപ്പോൾ 100 വാല്യൂ എന്തായി മാറും? 100നെയും 2000 കൊണ്ട് ഗുണിക്കണം. 2000 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കഴിഞ്ഞിട്ട് 1 2 3 4 5 പൂജ്യം വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, salary is increased by 20% and subsequently decreased by 20%. what is the net change? ഓക്കെ, സാലറി, ഒരാളെ സാലറിയാണ്. അപ്പോൾ സാലറി നമ്മൾ എത്ര എടുക്കുന്നു? 100 എടുക്കുന്നു. അപ്പോൾ ആദ്യം 20% കൂടിയെന്നാണ് പറയാം. അപ്പോൾ 100 20% കൂടിയാൽ 120 ആകും, അതിൽ ഡൗട്ടില്ല. പിന്നീട് 20% കുറഞ്ഞു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം 120ൻ്റെ 20% കണ്ടുപിടിച്ച് നോക്കാം. എപ്പോഴും ചെയ്യുന്ന ബേസിക് മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. 0 വെട്ടി 0 വെട്ടി 12 ഗുണം 2 24. അപ്പോൾ 24 കുറയല്ലേ, ഡിക്രീസ്ഡ് ബൈ എന്നാണ്. അപ്പോൾ 120ൽ നിന്ന് 24 കുറ, 120ൽ നിന്ന് 20 കുറച്ചാൽ 100 ആവും. പിന്നെ ഒരു 4 കുറയുമ്പോൾ 96 ആവും. then വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച്? നെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തുടക്കം എത്ര ആയിരുന്നു? 100. ഇപ്പോൾ എത്രയായി? 96 ആയി. അപ്പോൾ 100ൽ നിന്ന് 96 ആവണമെങ്കിൽ 4 കുറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ഇതെല്ലാം കറക്റ്റ് 100 അസ്യൂം ചെയ്തുകൊണ്ട് ഈ 4 എന്ന് പറയുന്നത് 4% തന്നെയായിരിക്കും. ഇപ്പോൾ 4% ഡിക്രീസ് ആയിരിക്കും. ഇതിൽ 4% ഇൻക്രീസ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു വേണം ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ. 4% ഡിക്രീസ് ആണ്, കുറഞ്ഞതാണ്. ഓക്കെ, അടുത്ത, പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് വാസ് 8,000. In 1 year, the male population increased by 10% and the female population increased by 8%. But the total population increased by 9%. What was the number of males originally? Okay, വലിയ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഓരോന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ എഴുതുക. എന്താ? പോപ്പുലേഷൻ 8000 ആണെന്ന് ഞാനൊന്ന് എഴുതി. അപ്പോൾ അതിൽ മെയിലുണ്ട് ഫീമെയിൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ മെയിൽ എന്നും ഫീമെയിൽ എന്നും കൊടുത്തു.
അവർ പറയും മെയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തെന്ന് കാണിക്കാൻ ഒരു പ്ലസ് സൈൻ കൊടുക്കുകയാണ് 10% ആണ് ഇൻക്രീസ് ആയത്. ഫീമെയിൽസ് ഇൻക്രീസ് ആണ് +8% ആണ് ഇൻക്രീസ്. പക്ഷെ ടോട്ടൽ പോപ്പുലേഷൻ അപ്പോൾ മെയിൽസും ഫീമെയിൽസും നമുക്ക് അറിയാമോ എത്രയാണെന്ന് അറിയത്തില്ല. എത്ര വേണമല്ലോ 4000 ആവാം, 2000 6000 ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഏത് വാല്യൂസ് വേണമല്ലോ ടോട്ടൽ 8000 വരണമെന്നേ ഉള്ളൂ. ഇവർ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8000 ആയിരിക്കും. അവർ പറഞ്ഞിട്ട് ടോട്ടൽ ഉണ്ടായ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻക്രിമെന്റ് ഞാൻ കണ്ടോ എത്രയാണ് 9% എന്നല്ലേ ടോട്ടൽ ഇൻക്രീസ് 9%. അപ്പോൾ 8000ന്റെ 9%. ഇനി മുതൽ നമുക്ക് എളുപ്പവഴികൾ എഴുതി തുടങ്ങാം. പെർസെൻറ്റേജ് ഞാൻ ബൈ 100 എന്ന് എഴുതുന്നില്ല. പെർസെൻറ്റേജ് ബൈ 100 എന്ന് അറിയാവേ. അതിനർത്ഥം ബൈ 100 എന്ന് പറഞ്ഞാൽ 2 0 ക്യാൻസൽ. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ കൂടെ 2 സീറോസ് ക്യാൻസൽ ആവും എന്ന് ഓർക്കുക. പിന്നെ 80 × 9 ആണ്. 8 × 9 72 ആണ്. അതിനൊരു 0 കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ 8000 എന്നുള്ളത് 720 കൂടെ കൂട്ടി 8720 ആയി കാണും. അതാണ് 9% ടോട്ടൽ ഇൻക്രിമെൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ മെയിൽസും ഫീമെയിൽസും അറിയാത്തിടത്തോളം കാലം നമുക്ക് മെയിൽസിനെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ് എന്താ? മെയിൽസിനെ എക്സ് എന്ന് എടുക്കും. എങ്കിൽ ഫീമെയിൽസ് എത്ര ആയിരിക്കും ബാക്കി? അതായത് 8000 - എക്സ് ആയിരിക്കും. എന്നിട്ട് ഇത് ഇത്ര പെർസെൻറ്റേജ് കൂടുന്നു, ഇത് ഇത്ര പെർസെൻറ്റേജ്, ടോട്ടൽ പെർസെൻറ്റേജ് 720 ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് വേണ്ടി വരും. ഇതിനൊരു എളുപ്പ വഴിയാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ 2000 ആണ് മെയിലെന്നും 6000 ആണ് ഫീമെയിൽ എന്നും ചുമ്മാ കരുതേ. അപ്പോൾ 2000ന്റെ 10% കണ്ടുപിടിക്കും. ഫീമെയിൽസിൻ്റെ 8% നിങ്ങൾ കണ്ടുപിടിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്യും. അതാണ് 720 എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ല, അതാണ് 720. അതായത് 720 കിട്ടും. അല്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ പോട്ടെ. ഇപ്പോൾ 3000 5000 ആണെങ്കിലും നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എന്തായാലും 2000ന്റെ 10% ഞാൻ സ്പ്ലിറ്റ് ചെയ്യുക. 8% + 2% എന്ന് എഴുതുക. എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഇതിനെ 8% എന്ന് എഴുതുക. അപ്പോൾ ഈ 2000ന്റെ 8%, 6000ന്റെ 8%. 8% കോമൺ ആണല്ലോ. 8% കോമൺ എടുത്തു കഴിഞ്ഞാൽ 2000 + 6000, അതായത് 8000ന്റെ 8% എന്തായാലും ഇവിടെ വരും. ഇനി ഇങ്ങനെ ആയാലും ഇതാണ്ട് ഇവിടെയും എനിക്ക് 3000ന്റെ 10% ഞാൻ 8% 2% സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ 3000ന്റെ 8%, 5000ന്റെ 8% ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ 8000ന്റെ 8% അവിടെയും വരും. അതായത് നിങ്ങൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലും ഈ 8000ന്റെ കോമൺ ആയിട്ടുള്ള ഒരു 8% ഇതിൽ നിന്ന് കിട്ടും. 8000ന്റെ കോമൺ ആയിട്ടുള്ള 8% എന്ന് പറഞ്ഞാൽ ഇവിടെ 8% ഇൻക്രിമെൻ്റ് ഉണ്ട്. ഇവിടുത്തെ 10%നെ 8% + 2% എന്ന് എഴുതിയാൽ ഇവിടെ ഈ 8% ഇൻക്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും കോമൺ, അതായത് 8000ത്തിന് കോമൺ ആയിട്ടുള്ള ഇൻക്രിമെൻ്റ് ആണ് 8%. 8000ത്തിന്റെ 8% കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 8000ത്തിന്റെ 8% എങ്ങനെയാണ്? ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞ പെർസെൻറ്റേജിനൂടെ 2 സീറോ ക്യാൻസൽ ആയിരുന്നു. 80 × 8 640. അപ്പോൾ 640 എന്തായാലും ഒരു കൂടുന്നുണ്ട്. പക്ഷെ ടോട്ടൽ കൂടിയത് 720 എന്നറിയാം. അപ്പോൾ എക്സ്ട്രാ എത്ര? എക്സ്ട്രാ ഒരു 80 കൂടെ കൂടി. ഈ എക്സ്ട്രാ 80 കൂടുന്നത് ആരുടെ മാറ്റം കൊണ്ടാണ്? ഈ മെയിൽസിൻ്റെ 2% മാറ്റമാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് എഴുതാം. മെയിലിൻ്റെ 2% ആണ് 80. മെയിലിൻ്റെ 2% 80 എങ്കിൽ മെയിലിൻ്റെ 1% എത്ര ആയിരിക്കും? 1% എന്ന് വെച്ചാൽ പകുതിയല്ലേ, 40 കിട്ടും. അപ്പോൾ മെയിലിൻ്റെ 1% 40 എങ്കിൽ ടോട്ടൽ മെയിൽ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ 100% കണ്ടുപിടിക്കണം. 2 0 ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ മെയിൽസ് എത്ര കിട്ടി? 4000 കിട്ടി. സിമ്പിൾ. അടുത്തെങ്കിൽ ഫീമെയിൽസ് എത്ര ആയിരിക്കും? ബാക്കി 4000 ആയിരിക്കും. അപ്പോൾ 4000 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ ലോജിക്ക് ഇത് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് ഇത്രയും ടൈം വന്നത്. നിങ്ങൾക്ക് ഈ ലോജിക്ക് ഇത് കോമൺ ആയിട്ടുള്ളതാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആദ്യമേ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് നോക്കി ഒന്നുകൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ എളുപ്പം അറിയാൻ പറ്റും. ഇത് ഈ സെക്കൻഡ് ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. അടുത്ത ടൈപ്പ് 3 എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് കൺസംഷൻ വേരിയേഷൻ. അതായത് പ്രൈസ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് വരുന്നു, അതിൻ്റെ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ കൺസംഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. If the price of sugar increases by 25%, by what percentage must a household reduce its consumption so that the total expenditure remains unchanged? അപ്പോൾ ഷുഗറിൻ്റെ പ്രൈസ് 25% കൂടുകയാണ്. ഓക്കെ, ബൈ വാട്ട് പെർസെൻറ്റേജ് മസ്റ്റ് എ ഹൗസ് ഹോൾഡ് റെഡ്യൂസ്? അപ്പോൾ കൺസപ്ഷൻ എത്ര കുറവ്? ഇപ്പോൾ അതായത് നമുക്ക് ഒരു സാധനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ വില, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അരിക്ക് 50 രൂപയാണ് കിലോ എന്ന് കരുതുക. നമ്മൾ 10 കിലോ വാങ്ങി. ആ കിലോ എന്നുള്ളതാണ് കൺസംഷൻ അഥവാ ക്വാണ്ടിറ്റി. അപ്പോൾ ആ പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ചിലവ് അഥവാ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. അപ്പോൾ പ്രൈസ്
കൺസംഷനും അനുസരിച്ചിരിക്കും നമ്മളുടെ ചിലവ്. ഇപ്പം നമ്മൾ ചിലവ് ഇപ്പം സാധാരണ നമ്മളിപ്പം സാധനങ്ങൾക്ക് വില കൂടി വരും. ഇപ്പം ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തായാലും പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, സാധനങ്ങൾ വില കൂടിക്കൊണ്ട്. ഇപ്പോൾ നമ്മൾ കൺസംഷൻ കുറച്ചാൽ മാത്രമേ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റൂ. അപ്പോൾ പ്രൈസും കൺസംഷനും എന്തായിരിക്കും? പ്രൈസും കൺസംഷനും ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും. അതായത് പ്രൈസ് കൂടിയ കൺസംഷൻ കുറയും. എപ്പോഴാണ്? എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിർത്തേണ്ടുന്ന കേസിൽ. എക്സ്പെൻഡിച്ചർ മാറിയാൽ കുഴപ്പമില്ല, പക്ഷേ എക്സ്പെൻഡിച്ചർ സെയിം ആക്കണമെങ്കിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൺസംഷൻ കുറച്ചുകൊണ്ടിരിക്കണം, എക്സ്പെൻഡിച്ചർ സെയിം ആകണമെങ്കിൽ. ഓക്കെ, ഇതാണ് ഇതിൽ അറിയേണ്ടുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രൈസ് ഓഫ് ഷുഗർ, അപ്പോൾ പ്രൈസിൻ്റെ ഒരു കോളം, ഇത് കൺസംഷൻ, ഇത് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഓൾഡ് പ്രൈസ്, ഇപ്പോൾ ഒരു ന്യൂ പ്രൈസും വേണം കൊടുക്കാം. അപ്പോൾ 25% കൂടുന്നത്. 25, നിങ്ങൾക്ക് 100 ആണെങ്കിൽ 125 എടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് നമ്മൾ 25% നമ്മൾ ചെയ്ത് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ. 25% എന്ന് പറഞ്ഞാൽ എത്ര? 1/4 അല്ലേ. അപ്പം 4 ആയിരുന്നു ആദ്യത്തെ പ്രൈസ് എങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 5 ആകുമെന്നല്ലേ. ഓക്കെ ആണല്ലോ. ഇനി അവർ പറയുകയാണ്, ബൈ വാട്ട് പെർസെൻറ്റേജ് മസ്റ്റ് ഹൗസ് ഹോൾഡ് റെഡ്യൂസ്, കൺസപ്ഷൻ എത്ര കുറയ്ക്കണം സോ ദാറ്റ് അവരുടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഈ രണ്ട് കേസിൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും LCM, 5ൻ്റെ 4ൻ്റെ LCM 20, നമുക്ക് രണ്ടിടത്ത് 20 ചെയ്യാം. നിങ്ങൾക്ക് ഏത് വാല്യൂ എടുക്കുക, LCM എടുത്താൽ കുറച്ച് എളുപ്പം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഒന്നേരം ആലോചിച്ച് നോക്കൂ, ഒരു സാധനത്തിൻ്റെ വില 4 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 20 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ എത്ര കിലോ വാങ്ങാൻ പറ്റും? 5 കിലോ അല്ലേ. 5 ഗുണം 4 അല്ലേ 20. ഇവിടെ 4 കിലോ ആയിരിക്കും അല്ലേ കൺസംഷൻ. ഞാനൊരു അളവിൽ പറഞ്ഞേ. അപ്പോൾ നോക്കിയേ, ഇവിടെ 5 എന്നുള്ളത് 4 ആയിട്ട് കുറഞ്ഞില്ലേ? അത് എത്രയാണ് ആ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 4 ആയിട്ട് കുറയണേ, കുറഞ്ഞത് 1 ആണ്. എത്രയിൽ നിന്നാണ് കുറഞ്ഞത്? അതായത് കമ്പയറിംഗ് ക്വാണ്ടിറ്റി ആരാണ്? 5 ആണ്. അതായത് 5 നിന്നാണ് കുറഞ്ഞത്. സോ 1/5 × 100 ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പോൾ 1/5 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് 20%. അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടാലും നിങ്ങൾക്ക് 20% എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്തല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് റൈസ് ഫോൾസ് ബൈ 20%. ആസ് എ റിസൾട്ട് എ പേഴ്സൺ ക്യാൻ ബൈ 5 കിലോഗ്രാം മോർ റൈസ് ഫോർ ₹600. വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് പ്രൈസ്? നമുക്ക് മുമ്പത്തെ പോലെ പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രൈസ് എത്രയാ? 20% കുറയുകയാണ്. അപ്പോൾ പ്രൈസ് 20% 1/5 ആണെന്നറിയാമേ. അപ്പോൾ ആദ്യം 5 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 1 രൂപയുടെ കുറഞ്ഞിട്ട് 4 രൂപയായി. ഇതിപ്പോൾ ഓൾഡ് പ്രൈസ്, ഇത് ന്യൂ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് 600 രൂപയ്ക്ക് 5 കിലോഗ്രാം കൂടുതൽ വാങ്ങാൻ പറ്റിയെന്ന്. അപ്പോൾ 600 രൂപയാണ് അവരെ എക്സ്പെൻഡിച്ചർ. രണ്ട് കേസിൽ 600 തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 600 രൂപയ്ക്ക് 5 രൂപ വിലയുള്ള സാധനം എത്ര അളവ് വാങ്ങാൻ പറ്റും? 600/5 എന്ന് പറഞ്ഞാൽ 120 കിട്ടും. ഇപ്പോൾ അതായത് 120 5 കൂടെ ഗുണിക്കുമ്പോഴാണ് 60, 120 കിലോഗ്രാം അല്ലെങ്കിൽ 120 അളവ് വാങ്ങാൻ പറ്റും. ഇനി 4 രൂപ വിലയുള്ള സമയത്ത് 180 അളവ് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ അസംഷനാണ്, പെർസെൻറ്റേജ് വെച്ച്. അപ്പോൾ എൻ്റെ അസംഷൻ പ്രകാരം എത്ര കൂടുതൽ വാങ്ങാൻ പറ്റും? 30 കിലോഗ്രാം അല്ലെങ്കിൽ 30 അളവ്. ഇവിടെ അതിന് 30ന് പകരം ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന 5 എന്നാണ്. 30ന് പകരം 5 ആണെങ്കിൽ ഇവിടുത്തെ ഒരു യൂണിറ്റിന് പകരം എത്ര എന്ന് കിട്ടും? ഈ 30 ഇവിടെ വന്ന് ഡിവൈഡ് ആവും. 5/30 1/6 എന്ന് കിട്ടും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ്? എക്സ്പെൻഡിച്ചർ സെയിം അല്ലേ. എക്സ്പെൻഡിച്ചർ സെയിം ആയി വെക്കണേ പ്രൈസും കൺസംഷനും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ് റിലേഷൻ. അതായത് ഒന്ന് കൂടും മറ്റൊന്ന് കുറയും. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1/8 ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൈസ് കറക്റ്റ് ഏത് പ്രൈസാണ് കാണേണ്ടത്? റെഡ്യൂസ്ഡ് പ്രൈസ്. റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ടുള്ള വില. അത് കറക്റ്റ് കാണണമെങ്കിൽ ഈ 1/6 കൊണ്ടാണോ ഗുണിക്കേണ്ടതല്ല. എന്തുകൊണ്ടാണ്? ഇവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്. 1/6 കൊണ്ടല്ല, 6 കൊണ്ടായിരിക്കണം ഇതിനെ ഗുണിക്കേണ്ടത്. അപ്പോൾ 6 × 4 24 കിട്ടും. അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇനി ഓൾഡ് പ്രൈസ് അല്ലെ ഇതിനു മുമ്പുള്ള കൂടിയിട്ടുള്ള വില കണ്ടുപിടിക്കാനാണ് 6 5 കൂടെ ഗുണിച്ചിട്ട് 30 എന്ന് കിട്ടിയത്. ഇനി ഇതേ കേസിൽ കൺസംഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 200 കിട്ടുന്നു. ഇവിടെ ഇത് 20 ആയേനെ. ഇവിടെ 24 എത്ര കൊണ്ട് ഗുണിച്ചാൽ 25 കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ വാല്യൂ. നമുക്ക് ചോദിച്ച വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണം ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 20% ആൻഡ് ഇറ്റ്സ് കൺസംഷൻ ഡിക്രീസസ് ബൈ 10%, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ പെട്രോൾ? അതായത് പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസ് 20% നമുക്കറിയാമല്ലോ എത്രയാണ്? 1/5. അതായത് 5 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂടിയിട്ട് പുതിയ പ്രൈസ് 6 ആകും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 100-ഉം 100-നൂടെ 20% 120 എടുക്കും. ഒരു മാറ്റവും ഇല്ല, നിങ്ങൾക്ക് കിട്ടും. വലിയ നമ്പർ എടുക്കുമ്പോൾ കാൽക്കുലേഷൻ ഇച്ചിരി പ്രശ്നമായിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല.
ഇനി കൺസംഷൻ ഡിക്രീസ് ചെയ്യുക 10%. 10% നമുക്കറിയാലോ എത്ര, 1/10 എന്നാണ്. എന്ന് വെച്ചാൽ 10 തുടക്കത്തിലെങ്കിൽ ഒന്നും കൂടെ കുറഞ്ഞിട്ട് 9 ആവുന്നു. അപ്പോൾ പറഞ്ഞേ, ഇത് രണ്ടുമാണ് പ്രൈസും കൺസംഷനും എങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര, 5 × 10 50 അല്ലേ. 6 9 ആണ് പ്രൈസും കൺസംഷനും എങ്കിൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ 6 × 9 54 അല്ലേ. ഇനി നോക്കിയേ, അപ്പം വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിലുള്ള നമ്പർ വൈസ് ഉള്ള ചേഞ്ച് എത്ര, 4 ആണ്. അപ്പോൾ ഏതിൽ നിന്നാണ് കൂടിയത്, അതായത് 50 നിന്നാണ് കൂടിയത്. അപ്പോൾ ബൈ 50 എഴുതണം. ഇനി ഇതിനെ പെർസെൻറ്റേജിലൊക്കെ ആക്കണമെങ്കിൽ ഇൻറ്റു 100 വരും. സോ 50 100 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 കിട്ടും. 2 × 4 8% ഇൻക്രീസ് ആണ്. 8% ഡിക്രീസ് എന്നൊക്കെ ഉണ്ട്. നോക്കി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കൂടിയതാണല്ലോ, അപ്പോൾ 8% ഇൻക്രീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിഡക്ഷൻ ഓഫ് 10% പ്രൈസ് of tea enables a dealer to obtain 2 kg more for rupees 1800. What was the original price? മുമ്പേ പോലെ പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ. 10% റിഡക്ഷൻ 10% പ്രൈസ് എന്നാ. 10% നമുക്കറിയാം എത്ര, 1/10 ആണ്. അതായത് 10 രൂപയായിരുന്നു തുടക്കത്തിലെങ്കിൽ 1 രൂപ കുറയും. റിഡക്ഷൻ എന്നല്ലേ പറഞ്ഞു, 1 രൂപയുടെ കുറഞ്ഞ 9 രൂപ. അപ്പോൾ ഈ ഒരു കേസിൽ 1800 ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ രണ്ടും ഇപ്പോൾ സെയിം ആണ്. എക്സ്പെൻഡിച്ചർ സെയിം ആകുമ്പോൾ പ്രൈസും കൺസംഷനും നമ്മൾ ഓൾറെഡി ചെയ്ത ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് 1800, അതായത് 10 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 1800 രൂപയ്ക്ക് ടോട്ടൽ എത്ര കിലോ അല്ലെ എത്ര അളവ് വാങ്ങാൻ പറ്റും, 180 കിലോഗ്രാം വാങ്ങാൻ പറ്റും. ഇനി 9 രൂപ വിലയുള്ള കേസിൽ എത്ര, 9 × 2, അപ്പോൾ 200 കിലോഗ്രാം അല്ലെ 200 അളവ് വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ അസംപ്ഷൻ പ്രകാരം എനിക്ക് എത്ര കൂടുതൽ വാങ്ങാൻ പറ്റുന്നത്, 20 യൂണിറ്റ് അല്ലെ 20 കിലോഗ്രാം ആണ്. 20 കിലോഗ്രാമിന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 20-ന് പകരം 2 ആണ്. ഒരു യൂണിറ്റിന് എത്ര എന്ന് കാണും, 20-നെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പോൾ 1/10 എന്ന് കിട്ടും. അതായത് 2/20 1/10. ഞാൻ മുമ്പേ പറഞ്ഞു, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന്, ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഒറിജിനൽ പ്രൈസ്. അത് റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ 10-നെ എത്ര കൊണ്ടാ, 1/10 കൊണ്ടാണോ ഗുണിക്കേണ്ടത്, അല്ല, ഇതിൻ്റെ റെസിപ്രോക്കലായ 10 കൊണ്ട് ഗുണിക്കണം. 10 × 10 100 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. റെഡ്യൂസ്ഡ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ 9-നെ 10 കൊണ്ട് 90 എന്ന് കിട്ടിയാണ്. ഇതിൽ നിന്ന് എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഉള്ളവർ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹോംവർക്കാണ്. അടുത്തതായിട്ട് ടൈപ്പ് 4, അതായത് ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. എ മാൻ സ്പെൻഡ്സ് 20% of his monthly income on house rent, 30% of the remaining on food, and 50% of the balance on education. If he saves rupees 5,600 per month, what is his total monthly income? അപ്പോൾ ഇവിടെ നമ്മൾ അയാളുടെ ടോട്ടൽ മന്ത്ലി ഇൻകം എത്ര എന്ന് എടുക്കും, 100 എന്ന് എടുക്കും, അസ്യൂം ചെയ്യുക. അപ്പോൾ അയാൾ 20%, 100-ന്റെ 20% നമുക്കറിയാം, 20 ആൾ എവിടെ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഹൗസ് റെൻറ്റിന് കൊടുത്തു. ഇനി റിമൈനിങ് എത്ര ഉണ്ട്, 100-ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 80 ഉള്ളത്. അത് ഞങ്ങളുടെ റിമൈനിങ് ആണ്, 80 ഉണ്ട്. അപ്പോൾ ആ 80, അതായത് 30% റിമൈനിങ്, അതായത് ബാക്കിയുള്ളതിൻ്റെ 80%. അപ്പോൾ ഈ 80-ന്റെ 30% എന്തിന്, ഫുഡ്. ഇപ്പോൾ 80-ന്റെ 30% എത്ര കിട്ടും, എളുപ്പമാണ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, മാറ്റി എഴുതി കാണിക്കാം. 80-ന്റെ 30%, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ശതമാനം അതാ പെർസെൻറ്റേജിൻ്റെ കൂടെ 2 0 ക്യാൻസൽ ആയി, 8 × 3 24. അപ്പോൾ 24 രൂപ അല്ലെ 24 ഞാൻ എന്തിന് സ്പെൻഡ് ചെയ്യും എന്നാ പറഞ്ഞത്, ഫുഡിന്. അപ്പോൾ 80-ൽ നിന്ന് ഞാൻ 24 സ്പെൻഡ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ട്, 80-ൽ നിന്ന് 24 കുറ, ബാക്കി എത്രയാ, 56 രൂപയുണ്ട് അല്ലെ, 56 ഉണ്ട്. 100-ൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, 56 ഉണ്ട്. ആൻഡ് 50% ഓഫ് ദ ബാലൻസ്. അപ്പോൾ ഈ 56 ബാക്കിയുള്ള ബാലൻസ് ഉള്ളത്. അതിൻ്റെ 56-ന്റെ 50% എളുപ്പം, 50% പാതിയാണ്. അപ്പോൾ ഇതിൻ്റെ പാതി 28 വരും. 28 അയാൾ എന്തിന്, എഡ്യൂക്കേഷനിൽ ചിലവാക്കും, എഡ്യൂക്കേഷൻ. ഇനി ബാക്കി അയാൾ എത്ര രൂപയുണ്ട്, 28 രൂപയുണ്ട്. ആ 28 അയാളത് സേവ് ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് സേവിങ്സ് കിട്ടുന്നത്. പക്ഷേ കറക്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിട്ട്, 28 5600. അപ്പോൾ 28-നെ 5600 ആക്കണം. 28-നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര ആവും, 56. പിന്നെ ഒരു 2 0. ആ 28-നെ 2000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താം. അതായത് അയാളുടെ ടോട്ടൽ മന്ത്ലി സാലറി അപ്പോൾ എന്തായിരിക്കും, 100 അല്ല, 100-ന് പകരം 100-നെ 200 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 4 0 ഉള്ള നമ്പർ. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്പെൻഡ്സ് 75% ഓഫ് ഹിസ് ഇൻകം
If his income increases by 20% and his expenditure increases by 10%, what is the percentage increase in his savings? അപ്പോൾ അയാൾക്ക് 100 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇതാണ് അയാളുടെ ഇൻകം. ആൾ സ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. എത്ര? 75% 75 എക്സ്പെൻഡിച്ചർ. ഇനി സേവിങ്സ് അപ്പോൾ ബാക്കി അയാൾ സേവ് ചെയ്യുമായിരിക്കും. 25 രൂപ അയാൾ സേവ് ചെയ്യുമായിരിക്കും. ഇനി പറയാം ഈഫ് എന്ന് പറയുമ്പോൾ അടുത്തൊരു കണ്ടീഷൻ പറയാം. ആ കണ്ടീഷനിൽ പറഞ്ഞാൽ ഈഫ് ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ 20, അതായത് ഇൻകം 100 ആയിരുന്നു, ഇപ്പോൾ അത് ഇൻക്രീസ് ആയിട്ട് 120 ആയെന്ന് പറയും. ആൻഡ് ഹിസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, ഇനി എക്സ്പെൻഡിച്ചറും അയാളുടെ 10%. 75-ന്റെ 10% കാണാൻ എളുപ്പം. 70-ന്റെ 10% 1/10 ആണ്. അപ്പോൾ പോയിന്റ് കൊടുത്തത് 7.5 എന്ന് വരും അല്ലേ. 75-ൻ്റെ കൂടെ 7.5 കൂട്ടിയേ, 75-ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 82, അപ്പോൾ 82.5 ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരാൾക്ക് 120 രൂപ ശമ്പളം കിട്ടുമ്പോൾ അയാൾ 82.5 രൂപ ചിലവാക്കിയാൽ ബാക്കി എത്ര ഉണ്ട്? ഇവിടെ ഒരു 17.5 കൂടെ ചേരുമ്പോൾ 100 ആവും. 20-ഉം 17.5 കൂടെ ആകുമ്പോൾ 37.5 ആയിരിക്കും അയാളുടെ സേവിങ്സ്. അപ്പോൾ അവർ ചോദിക്കുക വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്സ് എന്ന്. അതായത് സേവിങ്സിൻ്റെ ഇൻക്രീസ് മാത്രം നമ്പർ വൈസ് നോക്കിയാൽ എത്ര? 25 37.5 ആവണേ 12.5 ആയിരിക്കും. അതിനി പെർസെൻറ്റേജിലോട്ടാക്കണമെങ്കിൽ നമുക്കറിയാം എന്താ, ഡിവൈഡ് ബൈ ആരിൽ നിന്നാണോ കൂടിയത് ഇൻറ്റു 100 ആയിരിക്കും. ഈ 12.5-ൻ്റെ ഡയറക്റ്റ് സെക്കൻഡ് മൾട്ടിപ്പിൾ ആയി 25 കേട്ടോ. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ 1/2 എന്ന് വരും. 1/2 ഇൻറ്റു 100 എത്രയാണ്? 50% ആണ്. ഓക്കെ ആണല്ലോ. A man gives 30% money to his wife, 40% the remaining to his son, and divides the rest equally among his 2 daughters. If each daughter receives rupees 1050, how much money did a man have initially? ഇപ്പോൾ അമാനിന് എത്രയോ പൈസ ഉണ്ടായിരുന്നു, നമ്മൾ 100 എടുക്കുക. അതിൽ 30% എന്ന് പറഞ്ഞാൽ 30 ആർക്ക് കൊടുത്തു? വൈഫിന് കൊടുത്തു. ഓക്കെ ഫൈൻ. ഇനി 40% റിമൈനിങ്, അതായത് റിമൈനിങ് ഇനി എത്ര ഉണ്ട്? 70 ഉണ്ട്. ഈ 70-ൻ്റെ 40% എത്ര കിട്ടും? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പം 70-ൻ്റെ 40% ഇങ്ങനെ എഴുതുമ്പോൾ ഇനി തൊട്ട് ഇവിടെ തന്നെ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജിൻ്റെ കൂടെ 2 0 ക്യാൻസൽ ആവുന്നു. 7 × 4 28. 40% റിമൈൻഡ് സണ്ണിന് കൊടുത്തു. ഇത് സണ്ണിന്. ഇനി ബാക്കി റെസ്റ്റ് ബാക്കി എത്ര ഉണ്ട്? 70-ന് 28 പറ, ബാക്കി 42 കിട്ടും. ആ 42 ഈക്വലി അമംഗ് ഹിസ് 2 ഡോട്ടേഴ്സ്. അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ഡോട്ടറിന് 21, മറ്റേ ഡോട്ടറിന് 21 ആയിരിക്കും കിട്ടിയത്. ഓക്കെ. ഇനി ഈച്ച് ഡോട്ടർ റിസീവ്സ് 1050. അപ്പോൾ 21-ന് പകരം 1050 എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ 21-ന് എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യും? 21 × 5 ആണ് 105. അതുകൊണ്ടൊരു 0 ഉണ്ടായി. അപ്പോൾ 1 യൂണിറ്റ് 50 എന്ന് കിട്ടിയല്ലോ. എന്നാൽ ഹൗ മച്ച് മണി ഇടും? അപ്പോൾ അമാനുള്ള കറക്റ്റ് പൈസ എത്ര ആയിരിക്കും? 100-ന് പകരം 100-നെ 50 കൊണ്ട് ഗുണിക്കുക. 5 കഴിഞ്ഞിട്ട് 3 0, 5000 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. എ വർക്കേഴ്സ് മന്ത്ലി സാലറി ഈസ് റുപ്പീസ്. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 2 ക്വസ്റ്റ്യനുള്ള. എ വർക്കേഴ്സ് മന്ത്ലി സാലറി ഈസ് 40,000. He spent 25% on rent, 50% on transport, 20% on groceries and saves the rest. How much money does he save? അപ്പം 40,000 ഉണ്ട്. 25% ഇതിന് കൊടുത്ത് 15%, 25 15 കൂടെ കൂട്ടിയാൽ 40, പിന്നെ ഇതുകൂടെ കൂട്ടിയാൽ 60%, ബാക്കി അപ്പോൾ എത്ര? 40%. അപ്പം 40,000-ൻ്റെ 40% എങ്ങനെ കാണും? പെർസെൻറ്റേജിൻ്റെ കൂടെ 1 2 0 ക്യാൻസലായി. 4000 × 4 16,000 ആയി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഡയറക്റ്റാണ്. ഇപ്പം റിമൈനിങ് ഒന്നുമല്ല, ഇവിടെ കറക്റ്റ് ഓരോ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടലി നോക്കുന്നതാണ്. ഇപ്പം ഇത് അടുത്തത് ഹോംവർക്കാണ്. ഞാൻ ഒന്ന് പറയാം. രാജൂസ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. എക്സ്പെൻഡിച്ചർ സേവിങ്സ് അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ, ഇനി ഇൻകത്തിൻ്റെ ഇൻക്രീസസ് ബൈ 15% ആൻഡ് സേവിങ് ഇൻക്രീസ് ബൈ 6%. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും ചേഞ്ച് ആവുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യും. അടുത്ത ടൈപ്പ് എക്സാം മാർക്സ്, പാസിംഗ്, കട്ട് ഓഫ് ആൻഡ് പെർസെൻറ്റേജ് ഡിഫറൻസസ്. അതായത് ഒരു എക്സാമിന് പാസ്സാവാൻ ഇത്ര മാർക്ക് വേണം, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്.
First question. A student has to score 40% marks to pass an exam. If he gets 178 marks and fails by 22 marks, what is the maximum total mark of the exam? അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് പാസ്സാവണമെങ്കിൽ 40% മാർക്ക് വേണം. ഇതാണ് പാസിംഗ് പെർസെൻറ്റേജ്. പാസ്സാവണമെങ്കിൽ ഓക്കെ. അപ്പോൾ അയാൾക്ക് 178 മാർക്ക് കിട്ടി, എന്നിട്ട് അയാൾ 22 മാർക്കിന് തോറ്റെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ അയാൾക്ക് ജയിക്കണ എത്ര വേണമായിരുന്നു? ആ 178 22 കൂടെ കൂട്ടുമ്പോഴില്ലേ എന്നാലേ ജയിക്കണ മാർക്ക്. 172 22 കൂടെ കൂട്ടിയേ കറക്റ്റ് 200 കിട്ടും. അപ്പോൾ 200 അയാൾക്ക് ജയിക്കേണ്ട മാർക്ക്. അപ്പോൾ നമുക്ക് ഓൾറെഡി 40% ആണ് പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40% ആണ് ഈ 200 എന്ന് പറയുന്നത്. അപ്പോൾ 40% ആണ് 200 എങ്കിൽ 100% എങ്ങനെ കാണാം? അപ്പോൾ ഓരോ 0 ഒന്ന് ക്യാൻസൽ ചെയ്തേ. അപ്പോൾ 4% എന്ന് പറയുന്നത് 20 കിട്ടും. അതിൽ നിന്ന് 100% കാണാൻ എളുപ്പമാണ്. ഇനി 25 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 25 കൊണ്ട് ഗുണിച്ചാൽ 500 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം മാർക്ക് അപ്പോൾ 500 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അടുത്ത, ഇൻ ആൻ എക്സാമിനേഷൻ കാൻഡിഡേറ്റ് എ സ്കോർസ് 30% മാർക്സ് ആൻഡ് ഫെയിൽസ് ബൈ 15 മാർക്സ് വൈൽ കാൻഡിഡേറ്റ് ബി സ്കോർസ് 45% മാർക്സ് ആൻഡ് ഗെറ്റ്സ് 30 മാർക്സ് മോർ ദാൻ മിനിമം പാസിംഗ് മാർക്ക്. വാട്ട് ഈസ് ദ പാസിംഗ് പെർസെൻറ്റേജ്? അപ്പോൾ ഒരു കാൻഡിഡേറ്റ് 30% മാർക്ക് വാങ്ങിച്ചപ്പോൾ 15 മാർക്കിന് തോറ്റു. 15 മാർക്ക് കുറവാണ്. അതായത് 30%-നുള്ള 15 മാർക്ക് കൂടെ വാങ്ങിയാലേ അയാൾ ജയിക്കും. ഇനി കാൻഡിഡേറ്റ് ബി, ഇതിപ്പോൾ എ ആണ്, ബിയുടെ കാര്യം പറയുകയാണ്. 45% മാർക്ക് വാങ്ങിച്ചപ്പോൾ അയാൾക്ക് 30 മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടി. എന്താ, 30 മാർക്ക് കൂടെ പാസ് ചെയ്യുന്നതിനേക്കാൾ എക്സ്ട്രാ കിട്ടി. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇവരെ ഈ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് നോക്കി, 30-45 തമ്മിലുള്ള ഡിഫറൻസ് 15% ഉണ്ട്. അതേന് ഇക്വലൻ്റ് ആയിട്ട് ഈ മാർക്കുകൾ തമ്മിലുള്ള, ഞാനിവിടെ മൈനസും പ്ലസും കൊടുത്തത് എന്താണെന്ന് മനസ്സിലായ? അതായത് ജയിക്കേണ്ട, ഇപ്പോൾ ഞാൻ ചുമ്മാ പറയാം, ജയിക്കേണ്ടത് 60 ആണെങ്കിൽ ഇയാൾക്ക് 15 മാർക്ക് കുറവെന്ന് വെച്ചാൽ അയാൾക്ക് എത്ര കിട്ടിയത്? 45 കിട്ടിയെന്നല്ലേ അർത്ഥം. ഇതേ ഇനി ഇയാൾക്ക് 30 മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ 90 കിട്ടിയെന്നല്ലേ ഇപ്പോൾ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് കാണണ്ടേ? അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ 15 കുറവും 30 കൂടുതലും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം? 45 ആണ്. മനസ്സിലായോ? അപ്പോൾ 15% 45 മാർക്ക്. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3% 9 എന്ന് കിട്ടും. 5 കൊണ്ട് 3 കൊണ്ട് കാര്യം 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 3 × 5 5% കിട്ടും. ഇവിടെ എത്ര? 15 എന്ന് കിട്ടും. 5% 15 ആണെങ്കിൽ 100% കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്തത്. 100% എത്ര ആയിരിക്കും? ഇവിടെ 20 കൊണ്ട് ഇവിടെ ഇപ്പോൾ 300 കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ മാർക്ക്. ഇനി നമുക്കറിയാം, ഇനി 30% കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 15 കൂട്ടിയാലും നമുക്ക് ആൻസർ കിട്ടും. 45% കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 30 കുറച്ചാലും ആൻസർ കിട്ടും. അപ്പോൾ 30-ൻ്റെ 30% എത്ര? 30-ൻ്റെ 30% എത്ര? അവിടെ കാണുന്നു 2 0 ക്യാൻസൽ ചെയ്യാം. 30 × 3 90. 90-ൻ്റെ കൂടെ 15 കൂടെ കൂട്ടുക. 90-ൻ്റെ കൂടെ 15 കൂടെ കൂട്ടിയാൽ 105 മാർക്കായിരിക്കും പാസിംഗ് മാർക്ക്. ഇവിടെ പാസിംഗ് മാർക്കല്ല, പാസിംഗ് പെർസെൻറ്റേജ് ആവശ്യം അല്ലേ. അപ്പോൾ 300-ൽ 105 മാർക്ക് വേണം പാസ്സാവാനെങ്കിൽ 100-ൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പാസിംഗ് പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യുന്നു. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 9, 15-ൽ 5 35% ആയിരിക്കും പാസിംഗ് പെർസെൻറ്റേജ്. വേണേൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടം വരെ ചെയ്തപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പ് വന്നു. 5% 15 അറിയാമെങ്കിൽ 30% നമുക്ക് 30% കിട്ടിയപ്പോൾ 15 മാർക്കിനല്ലേ തോറ്റേ. അപ്പോൾ 15 മാർക്ക് കൂടെ കിട്ടണേ 5% കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 35% ഡയറക്റ്റ് എഴുതാം. ഞാനിവിടെ മാർക്കാണെന്ന് എഴുതിയാണ് ഇതുകൂടെ കണ്ടുപിടിച്ചത്. എ സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3. ഒരു കുട്ടി അതായത് ഒരു നമ്പറിനെ 3/5 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പക്ഷേ തെറ്റിയിട്ട് 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 5ഉം 3 അല്ലേ ബേസ്, ഇവരുടെ ഒരു LCM 15 എന്നുള്ള നമ്മുടെ നമ്പറായിട്ട് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് ഏത് വലിയ നമ്പർ അസ്യൂം ചെയ്താലും കിട്ടും. ഇത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ 15-നെ 3/5 കൊണ്ടായിരുന്നു എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ആൻസർ 9 ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഞാൻ തെറ്റി എന്ത് ചെയ്ത്? 5/3 ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോറി, 15-നെ 5/3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, 25 ആയിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈ നമ്പർ ബൈ 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3. 5/3ക്ക് പകരം 3/5 കൊണ്ട് ചെയ്തു. 5/3 കൊണ്ട് മൾട്ടിപ്ലൈ 25 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/3 കൊണ്ട് 25 3/5
ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9 തന്നെ. അപ്പോൾ 25 9 എന്ന് പറയുമ്പോൾ എത്ര എറർ? 16 എറർ. എവിടുന്ന എറർ വന്നത്? 25 അപ്പോൾ 16/25 ഗുണം 100 ആയിരിക്കും നമ്മുടെ ആൻസർ. 16 ഗുണം 4 64% ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ഓക്കെ അടുത്തത് ഓക്കെ ഇത് ഹോംവർക്ക് അല്ല, ഇത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇൻ എ ടെസ്റ്റ് 35% സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ QA. അപ്പോൾ QAയിൽ ഫെയിലായ 35% ആണ്. റീസണിങ്ങിൽ ഫെയിലായ 42%. ഇനി രണ്ടിലൂടെ ചേർന്ന് 15% പേര് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും ഫെയിൽ ആയപ്പോൾ ലാസ്റ്റ് ഉണ്ടെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് സ്റ്റുഡൻറ്റ് പാസിന് പോകുന്നത് നമുക്ക് ഇതാണ് വെണ്ടയഗ്രം വെച്ചിട്ട് വരച്ച് ഞാൻ കാണിച്ചു തരാം. QAയിൽ 35, ഇവിടെ 42, ഇവ രണ്ടിലൂടെ 15. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് 15 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ തോറ്റവരെ കണ്ടുപിടിക്കണമെങ്കിൽ 35ഉം 42 കൂടെ ആദ്യം കൂട്ടണം. എത്ര? 77. ആ 77ൽ നിന്ന് 15 കുറയ്ക്കണം. അപ്പോൾ 62 വരും. ഇതായിരിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ തോറ്റവർ. എങ്കിൽ വാട്ട് പെർസെൻറ്റേജ് അപ്പോൾ രണ്ട് സബ്ജക്റ്റിലും പാസ്സായവർ എത്ര ആയിരിക്കും? മൊത്തം 100% പേരില്ലേ? ആ 100%ത്തിൽ നിന്ന് ഈ 62 കുറയ്ക്കുന്നതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ. 100ൽ നിന്ന് 62 കുറച്ചാൽ എത്രയാണ്? 38% ആയിരിക്കും. ഓക്കെ അടുത്ത ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. രാഹുൽ സ്കോർഡ് 80 മാർക്സ്. ഓക്കെ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ അടുത്ത ടൈപ്പ് 6 വോട്ടിംഗ് ഇലക്ഷൻസ് ആൻഡ് ഇൻവാലിഡ് വോട്ട്സ് പ്രോബ്ലം. അതായത് ഇലക്ഷനും വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. In an election between two candidates, the winner secured 60% of the total valid votes and won by a margin of 1,800 votes. What was the total number of valid votes polled? ഒരു ഇലക്ഷൻ അതിൽ രണ്ടുപേരുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഞാൻ പറയാം വിന്നർ ലൂസറിന് കൊടുക്കുക. അപ്പോൾ വിന്നറിന് 60% വോട്ട് കിട്ടിയെങ്കിൽ ആ ലൂസറിന് ബാക്കി 40% ആയിരിക്കില്ല കിട്ടിയത്. ആൻഡ് 1 ഇയാൾ വിൻ ചെയ്ത മാർജിൻ, അതായത് ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ടോട്ടൽ 100 വോട്ടാണെന്നും ഇയാൾക്ക് 60-40 കിട്ടിയെന്നല്ല. അപ്പോൾ ഇയാൾക്ക് എത്ര കൂടുതൽ വോട്ട് കിട്ടി? 20 വോട്ട്. ഇതാണ് മാർജിൻ. എത്ര മാർജിൻ ജയിച്ചെന്നാണ്. ഇതാണ് നമ്മുടെ അസംഷൻ. 20ന് പകരം ക്വസ്റ്റ്യനിൽ 1800 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 20 1800 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 യൂണിറ്റ് 150 കിട്ടും. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 90 കിട്ടും. അങ്ങനെയാണ് കറക്റ്റ്. എന്താ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ആണ് 100നെ ഈ 90 കൊണ്ട് ഗുണിച്ചാൽ മതി. 9 കഴിഞ്ഞിട്ട് 3 0. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ഷൻ 10% of the voters did not cast their votes and 10% of the votes polled were declared invalid. The winning candidate received 54% of the valid votes and won by a majority of 1620 votes. You can find the total number of voters. Okay, അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് ഇൻവാലിഡ് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആദ്യമേ 100 അസ്യൂം ചെയ്താൽ നമുക്ക് കറക്റ്റ്. നമ്മൾ ലാസ്റ്റത്തെ പൊസിഷനിൽ, അതായത് മൊത്തം വാലിഡ് വോട്ട്സ് 100 ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണ് ഒരാൾക്ക് 54% കിട്ടിയെന്ന് പറഞ്ഞാൽ 54 ആയിരിക്കും, മറ്റേ ആൾക്ക് 46 ആയിരിക്കും കിട്ടിയത്. ഇപ്പോൾ ഇയാൾക്ക് കിട്ടിയ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ എത്ര? 8 യൂണിറ്റിന് പകരം ഇവിടെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ 1620. 8 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണോ? അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എങ്കിൽ 4 യൂണിറ്റ് അല്ലെ 4 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ പാതി എടുത്താൽ മതിയല്ലോ. പാതി 810 കിട്ടും. ഇതിൽ നിന്ന് ഈ ടോട്ടൽ 100% ആണ്. എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? ഇതിനെ 25 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഇപ്പോഴും നമുക്ക് ഇതേ ആയോളൂ. അതായത് ഈ വോട്ടിലോട്ട് എത്ര എങ്ങനെയാണ്? ഇവിടെ എത്രയോ വോട്ട്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ 90% അല്ലേ ഇത്. അതായത് 10% വോട്ട്സ് ഞാൻ 2 രീതിയിൽ പറയാം. ആദ്യം നമ്പർ ഓഫ് വോട്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. അതിൽ 10% പേര് വോട്ട് ചെയ്തില്ല, അവർ കുറഞ്ഞു. പിന്നെ ആ ബാക്കിയുള്ളവരിൽ നിന്ന് 10% വോട്ട് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ വാല്യൂ അല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്കിലോട്ട് പോകണമെങ്കിൽ തിരിച്ചെങ്ങനെ പോകുന്നത്? ഇതിൽ നിന്ന് 10% കുറഞ്ഞ ഇതായത്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ 90% ആയിരിക്കും ഇത്. സോറി, 90% അല്ല, 100/90 ആയിരിക്കും ഇത്. ഇൻറ്റു 100/90 ആയിരിക്കും അടുത്തത്. ഈ ഏറ്റവും മുകളിലത്തെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആണ്.
പിന്നെ ക്യാൻസൽ ചെയ്യാൻ 2 സീറോസ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. 9 ഗുണം 9 81 ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10 ഉണ്ട്. ഇപ്പോൾ 25, ഇവിടെ ഒരു 0, ഇവിടെ 3. ഇപ്പോൾ 3 0, 25 കഴിഞ്ഞിട്ട് 3 0, 25,000 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ എപ്പോഴും ഇൻവാലിഡ് വേർഡ്സ് ഉള്ള കേസിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. കറക്റ്റ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്തായാലും 54% കണ്ടുപിടിക്കണേ, അല്ലാത്ത നമ്പർ ആണെങ്കിൽ നമുക്ക് പാടായിരിക്കും. 2 candidates contested in an election. One candidate got 43% of the total votes polled and was defeated by 2,800 votes. Assuming all votes polled were valid. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 വോട്ട് പോൾ ചെയ്തു, അതെല്ലാം വാലിഡ് ആണ്. നമുക്ക് ഒരാൾക്ക് 43% കിട്ടിയെങ്കിൽ ബാക്കി അയാൾക്ക് 57 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇയാൾ എത്ര വോട്ടിനാണ് തോറ്റത്? 14 വോട്ടിനാണ് തോറ്റത്. 14 പകരം ഇവിടെ 2800 എന്നാണ് പറഞ്ഞത്. 14 2800 ആക്കണം, 2 കൊണ്ട് ഗുണിച്ചിട്ട് 2 0. അപ്പോൾ ടോട്ടൽ വോട്ട്സ് എത്ര ആയിരിക്കും? 100 ഗുണം. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 4 പൂജ്യങ്ങളിലായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. In a three-way election, a candidate A got 40% of the total votes, B got 35% of the votes, and candidate C received remaining. Remaining എത്ര? 40, 32, 75. ബാക്കി 25% വോട്ടായിരിക്കും കിട്ടി. ആ 25%-ന് പകരം 5000 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ 2 0. ഇതാണ് 1% എത്രയായിരിക്കും? അപ്പോൾ ടോട്ടൽ 100%. ഓക്കെ, 100% അല്ലേ, ഇവിടെ കാൻഡിഡേറ്റ് എക്ക് കിട്ടിയതാവും, സോറി. ഇപ്പോൾ 1% 200 ആണെങ്കിൽ 40%, അല്ലെങ്കിൽ 40 യൂണിറ്റ് എത്ര ആണെങ്കിൽ 40 ഗുണം 200, 4 ഗുണം 2 8 കഴിഞ്ഞിട്ട് 3 0. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇൻ ആൻ ഇലക്ഷൻ, കാൻഡിഡേറ്റ് എക്സ് ഗോട്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? സോറി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് 7 മിക്സ്ചർ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ആണ്. അപ്പം മിക്സ്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മിക്സ്ചർ റിമൂവ് ചെയ്യുന്നത് പോലത്തെ. എ 40 ലിറ്റർ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 10% വാട്ടർ. ഇവിടെ മൊത്തം 40 ഉണ്ട്. 40ൻ്റെ 10% എത്ര? 4. ഇപ്പോൾ വാട്ടർ 4 ആണ്, ബാക്കി മിൽക്ക് 36 കാണുമല്ലോ. ഓക്കെ, ഹൗ മച്ച് പ്യുവർ വാട്ടർ മസ്റ്റ് ബി ആഡഡ്. ഇനി വാട്ടർ ആഡ് ചെയ്യണം to the mixture so that the new mixture contain 20% water. അതായത് ന്യൂ മിക്സ്ചറിൽ അപ്പോൾ 20% വാട്ടർ ആണെങ്കിൽ ബാക്കി 80% ആയിരിക്കുമല്ലോ മിൽക്ക്. മിൽക്കിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? മിൽക്ക് ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ 80% ആണ് 36. അപ്പോൾ 20% എത്ര കിട്ടും? 80% എത്ര? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. അപ്പോൾ ഇവിടെ അത് 9 എന്ന് കിട്ടുമല്ലോ. ഇത് 36 തന്നെയാണ്. അപ്പോൾ 4 9 തവണ എത്ര ലിറ്റർ ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? 5 ലിറ്റർ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് റേഷ്യോ വെച്ചും ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. 60 liters of a sugar solution contains 20% sugar. How many liters of water must be evaporated by boiling so that the remaining solution contains 30% sugar? Okay, very good. 60 liters sugar solution. Sugar ഉണ്ട്, വാട്ടർ ഉണ്ട്. 20% ആണ് ഷുഗർ. ഇതിൻ്റെ 20% എത്ര കിട്ടും? 12 ലിറ്റർ കിട്ടും. ബാക്കി എത്ര ആയിരിക്കും? 48 ആയിരിക്കും വാട്ടർ. ഓക്കെ ആണല്ലോ, രണ്ടും ആയി. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്? ഇവാപ്പറേറ്റ്, അപ്പോൾ കുറയുക ചെയ്യുന്നത്. ബൈ ബോയിലിംഗ് സോ ദാറ്റ് റിമൈനിങ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് 30% ഷുഗർ. അപ്പോൾ 30% ഷുഗർ എന്ന് പറയുമ്പോൾ ഷുഗർ നമുക്ക് കുറയുന്നുണ്ട്. ഇവിടെ ലിറ്റേഴ്സ് വാട്ടറാണ് ബോയിലായിട്ട് പോകുന്നത്. അപ്പോൾ 30%, ഇപ്പോൾ ഷുഗർ 30%, അല്ല 12 തന്നെ ആയിരിക്കും. 30% 12 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്താൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 10% എത്ര കിട്ടും? 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 70% ആയിരിക്കുമല്ലോ ബാക്കി വാട്ടർ. 70% എത്ര കിട്ടും? 7 കൊണ്ട് ഗുണിക്കുക. 7 4 28. അപ്പം 48 എന്നുള്ളത് 28 അപ്പോൾ എത്രയാണ് കുറഞ്ഞത്? 20 ലിറ്റർ ആയിരിക്കും കുറഞ്ഞത്. ഇത്രയേ ഉള്ളൂ.
An alloy contains 30% copper, 40% zinc and the rest is nickel. അപ്പോൾ 30 കോപ്പർ ഉണ്ട്, 40% സിങ്ക് ഉണ്ട്, ബാക്കി എത്ര ആയിരിക്കും? 30, 40, 70, ബാക്കി 30% ആയിരിക്കും നിക്കൽ. ഇപ്പോൾ ഹൗ മച്ച് നിക്കൽ ഈസ് പ്രസൻറ്റ് ഇൻ? ഇപ്പോൾ 250 കിലോഗ്രാമിൽ അപ്പോൾ എത്ര ആണ്? 250 കിലോഗ്രാമിൻ്റെ 30%, 0,000 കാലത്ത് 25 - 3 75 കിലോഗ്രാം കാണും. ഓക്കെ, അടുത്ത 4, 5 നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഫ്രഷ് ഫ്രൂട്ട് കണ്ടെയ്ൻസ് ഇത് 5 a vessel contains 80 liters of alcohol and water. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെത്തേഡ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയുക. ഓക്കെ, ദെൻ ബൈ.